UDF സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തുറന്ന പോരിലേക്ക് 10 സീറ്റുകൾ വേണമെന്ന കടുംപിടുത്തത്തിലാണ് ജോസഫ് വിഭാഗം. വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് പാർട്ടി ഉന്നതാധികാര സമിതി. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ നൽകിയ 10 സീറ്റുകളിൽ 4 പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് നീക്കം. 10 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം പാർട്ടി നേതൃത്വം തീരുമാനം വ്യക്തമാക്കി. പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പാർട്ടി ചെയർമാൻ ജോസഫ് സാർ തന്നെ ഇവിടെ വ്യക്തമാക്കി, പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കടക്കാം എന്നാണ് ധാരണയായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റുകളിൽ ഏറ്റുമാനൂർ, ഇടുക്കി, കുട്ടനാട്, കോതമംഗലം എന്നിവ പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമം. ഇതിൽ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തനങ്ങളും തുടങ്ങി. ഏറ്റുമാനൂർ വിട്ടു നൽകേണ്ടി വന്നാൽ പൂഞ്ഞാർ പകരമാവശ്യപ്പെടാനാണ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ജയസാധ്യത മാത്രം നോക്കി കേരള കോൺഗ്രസിന് സീറ്റുകൾ നൽകിയാൽ മതി എന്നാണ് കോൺഗ്രസ് വാദം. സീറ്റ് പിടിച്ചെടുക്കൽ ആശങ്ക നിലനിൽക്കെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി യോഗം ചെയർമാൻ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്നത്. ജയസാധ്യത നോക്കി സീറ്റുകളെന്ന കോൺഗ്രസിന്റെ വാദം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി തള്ളി. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനും ഇത് ബാധകം. കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ 20% സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. കേരള കോൺഗ്രസും 20% സീറ്റുകളിൽ കഴിഞ്ഞ തവണ ജയിച്ചു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് തോൽവി കോൺഗ്രസിന്റെ തോൽവിക്ക് സമാനം. ഫെബ്രുവരി ആദ്യവാരത്തോടെ ഘടകകക്ഷികളുമായി സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ശ്രമം. സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുകയും ഒരു സീറ്റും വിട്ടു നൽകേണ്ടതില്ലെന്ന് കേരള കോൺഗ്രസ് നിലപാടെടുത്ത സാഹചര്യത്തിൽ UDF സീറ്റ് വിഭജനം വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറും. ജനം, കോട്ടയം.